നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല ദേവികെ, എന്ത് അസുഖത്തിന് നാട്ടുമരുന്നുകളും ഗ്രഹവൈദ്യമൊക്കെ പ്രയോഗിക്കുന്ന ആളല്ലേ നീ? ഇപ്പം മുറിവ് പറ്റിയപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്തിനാ? ഇതിന് വല്ല പച്ചില മരുന്നോ കഷായൊക്കെ കുടിച്ചാ പോരായിരുന്നോ? മുത്തശ്ശൻ കൊണ്ടുവന്ന മരുന്നുകൾ കൊടുത്ത് സിദ്ധുവിനെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തിയെടുക്കണം. ക്ഷേത്രത്തിൽ പോയി കുട്ടന്റെ പേരിൽ പൂജയും വഴിപാടൊക്കെ നടത്തിയിട്ട് മരുന്ന് കൊടുത്തു തുടങ്ങാം മാഡം. അതുപോരെ? നല്ല കാര്യ ദേവിക പറഞ്ഞത്. എന്തിനും ആദ്യം വേണ്ടത് ദൈവാനുഗ്രഹമാണല്ലോ. എന്നാ പിന്നെ വൈകിക്കണ്ട, നമുക്ക് സിദ്ധുവിനെയും കൊണ്ട് ഇപ്പൊ തന്നെ ക്ഷേത്രത്തിലേക്ക് പോവാം. ആ, ദേവിക പോയി പെട്ടെന്ന് റെഡിയായിട്ട് വാ. ചെല്ല്. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഞങ്ങള് വന്നത് സിദ്ധുവിന്റെ മരുന്നൊന്ന് പൂജിച്ചു വാങ്ങാൻ വേണ്ടിട്ടാ. തിരുമേനി അതൊന്ന് പൂജിച്ചു തരണം. അതിനെന്താ, പൂജിക്കാലോ. ആ മരുന്നുകൾ ഈ തട്ടത്തിലേക്ക് വെച്ചോളൂ. ദേവിക, അത് തിരുമേനിയുടെ കയ്യിൽ കൊടുത്തോളൂ. അയ്യോ കുട്ടാ, ഈശ്വരാ, മോളെ. മലകെ, അയ്യോ മോളെ, അമ്മേ, ചോര. ഈശ്വരാ. സാരമില്ല. കുട്ടന് എന്തെങ്കിലും പറ്റിയോ? എനിക്കൊന്നും പറ്റിയില്ല അമ്മേ. നമുക്ക് മലകെ ആശുപത്രി കൊണ്ടുപോകാം. കൊണ്ടുവരാം. വാ മോളെ, പോവാം. സാരമില്ല മാഡം, കുട്ടന്റെ മരുന്ന് പൂജിക്കാൻ കൊടുത്തിരിക്കുമല്ലേ. അത് പൂജാരി പൂജിച്ച് വെക്കട്ടെ, നമുക്ക് പിന്നെ വാങ്ങാം. നീ വന്നേ, വന്നേ, ആശുപത്രി പോവാം. വാ. മലകെ, ഇപ്പൊ എങ്ങനെയുണ്ട്? പേനിക്കുണ്ടോ? സാരമില്ല കുട്ടാ. മോള് വാ. മോള് കുറച്ചു നേരം വിശ്രമിക്കും. അപ്പൊ ഒരു ഇത്തിരി ആശ്വാസം കിട്ടും. മലകെ, ഡോക്ടർ ഇഞ്ചക്ഷൻ തന്നില്ലേ? അപ്പൊ ഈ മുറിവ് പെട്ടെന്ന് ഉണങ്ങോളൂട്ടാ. ഇല്ലമ്മേ? അതെ, മെഡിസിൻസ് കൃത്യമായിട്ട് കഴിച്ചാ മതി. ഞാൻ കറി നെടുപ്പിക്കാം. വേദനയില്ലല്ലോ? അയ്യോ ചേച്ചി, ചേച്ചി, ഇത് എന്താ ചേച്ചി? ക്ഷേത്രത്തിൽ വെച്ച് സിദ്ധുവിന്റെ കാലൊന്ന് വഴുതി. ഇവന്റെ തല അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിലിടിക്കേണ്ടതായിരുന്നു. തക്ക സമയത്താ ദേവിക അത് കണ്ടത്. ഇവനെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചു. പക്ഷേ അപ്പോഴേക്കും ദേവികയുടെ ബാലൻസ് തെറ്റി. ദേവിക തലയിടിച്ചു വീണു. തലയിൽ ചെറിയൊരു പരിക്ക് പറ്റി. എന്നിട്ട് മുറിവ് എങ്ങനെയുണ്ട്? കാര്യമായിട്ടുള്ള മുറിവ് വല്ലതും ആണോ? സാരമില്ല, ഞങ്ങൾ അപ്പൊ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി മുറിവൊക്കെ വെച്ച് കെട്ടി.
ചെറിയൊരു മുറിവേ ഉള്ളൂ. മുറിവ് ഉണങ്ങാനും വേദന മാറാനും ഒക്കെ ആയിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ടുണ്ട്. മിക്കവാറും നാളെ തന്നെ ഉണങ്ങും. അല്ല ദേവികെ, എന്ത് അസുഖത്തിന് നാട്ടുമരുന്നുകളും ഗ്രഹവൈദ്യവും ഒക്കെ പ്രയോഗിക്കുന്ന ആളല്ലേ നീ? ഇപ്പം മുറിവ് പറ്റിയപ്പം ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട എന്തിനാ? ഇതിന് വല്ല പച്ചില മരുന്നോ കഷായോ ഒക്കെ കുടിച്ചാ പോരായിരുന്നോ? നീ എന്താ മായെ ദേവികയെ പരിഹസിക്കുകയാണോ? ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മായ ആയാലും ശരി, അഞ്ജിത ആയാലും ശരി, ആവശ്യമില്ലാതെ ദേവികയെ പരിഹസിക്കരുത്. ഈ നേരത്ത് ഇവിടെ തലയിൽ വെച്ചുകെട്ടുമായിരിക്കേണ്ടത് സിദ്ധു ആയിരുന്നു. ഇവനാ ശരിക്കും അപകടം ഉണ്ടാവേണ്ടിയിരുന്നേ. ആ അപകടത്തിൽ നിന്ന് ഇവനെ രക്ഷിക്കുന്നതിനിടയിലാ ദേവികയ്ക്ക് മുറിവ് പറ്റിയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്നിട്ട് വേണം കളിയാക്കുന്നതും കളിയാക്കും മട്ടിൽ ചിരിക്കുന്നതും. ഇളയമ്മേ, ഇനി മാലയെ കുറിച്ച് എന്തെങ്കിലും തോന്നിയാസം പറഞ്ഞാണ്ടല്ലോ, ഇളയമ്മയുടെ തല ഞാൻ തല്ലി പൊളിച്ച് ഇതിലും വലിയ കേട്ട അവിടെ ഉണ്ടാക്കി വെക്കും കേട്ടാ. കുട്ടാ, സിദ്ധു, സോറി അമ്മേ, ബാക്കി ഞാൻ നാളെ പറഞ്ഞോളാം. അമ്മേ, ഈ ഇളയമ്മോട് അഞ്ജുനോട് ഇവിടുന്ന് പോവാൻ പറ. എനിക്ക് കണ്ടിട്ട് ദേഷ്യം വരിക. പോ. കുട്ടാ വേണ്ട, അങ്ങനെയൊന്നും പറയരുത്. ദേ, ഇവരോട് മര്യാദയ്ക്ക് പോവാൻ പറ. പോ, പോയേ. അഞ്ജിത, നീ വാ. വാ. എടുക്കെടുക്ക്, ആ ലഞ്ച് ബോക്സ് എടുത്തേ. അതെന്താ ഇത്ര ധൃതി? എനിക്കിപ്പോ ലഞ്ച് ബോക്സ് കാണണം. എടുക്ക്. അത് നിന്റെ കയ്യിലേക്കല്ലേ തരാൻ പോകുന്നത്. എനിക്കിപ്പോ അതിനുള്ള ക്ഷമയൊന്നുമില്ല. ലഞ്ച് ബോക്സ് എനിക്ക് ഇപ്പൊ തന്നെ കാണണം. തന്നയച്ച ഭക്ഷണം മുഴുവനും കഴിച്ചോന്ന് അറിയാൻ വേണ്ടിട്ടല്ലേ? അതെ, അതിനു വേണ്ടി തന്നെയാ. എടുക്ക്. എന്തായി, മുഴുവൻ കഴിച്ചോ? നീ തുറന്നു നോക്ക്. അല്ല, ഇത് മുഴുവൻ കഴിച്ചതാണോ അതോ എവിടെയെങ്കിലും കളഞ്ഞതാണോ? മുഴുവൻ ഏട്ടൻ കഴിച്ചത് തന്നെയാ. ഞാനാണ് സാക്ഷി. ആ, അതുകൊണ്ട് എനിക്ക് വിശ്വാസായി. ഓ, അപ്പൊ എന്നെ വിശ്വാസമില്ല? എന്താ ഋഷി, ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.